ഡിഗ്രി കഴിഞ്ഞു, ഇനി ഒരു ഇൻകം ടാക്സ് ഓഫീസറായി ജോലി നേടണം, അല്ലെങ്കിൽ ഒരു കസ്റ്റംസ് ഓഫീസറായി ജോലി നേടണം, അതുമല്ലെങ്കിൽ ഒരു GST ഇൻസ്പെക്ടറായി ജോലി നേടണം, അതുമല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സർവീസസിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് പോസ്റ്റിലേക്ക് ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ജോലി നേടാം, അതിനു വേണ്ടിയുള്ള ഫ്രം 0 to 100 കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSCയുടെ CGL പരീക്ഷയെ പറ്റിയാണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. വളരെ നിസ്സാരം എന്ന് കരുതാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല, തീർച്ചയായിട്ടും വളരെ കോമ്പറ്റീഷൻ ഉള്ള, എന്നാൽ ഒരുപാട് സാധ്യതകൾ തരുന്ന പരീക്ഷയാണ് SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ പറയാം. മിനി സിവിൽ സർവീസസ് എന്നറിയപ്പെടുന്ന പരീക്ഷയാണ് SSC CGL. കാരണം അത്തരത്തിലുള്ള വളരെ പ്രസ്റ്റീജിയസ് പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഇത്തരത്തിൽ SSC CGL പരീക്ഷ വഴി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പറയട്ടെ, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ബോഡിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷയാണ്. അത്തരത്തിലുള്ള പരീക്ഷകളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പരീക്ഷയാണ് SSCയുടെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഈ പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ പരീക്ഷയിൽ നിന്നാണ് ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള പല പോസ്റ്റുകളും, ഞാൻ പറഞ്ഞ പോസ്റ്റുകൾ കൂടാതെ അതിലും പവർഫുൾ പ്രസ്റ്റീജിയസ് നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും ബെറ്റർ പൊസിഷനിലേക്ക് കൊണ്ടുചേരാൻ പറ്റുന്ന അത്തരത്തിലുള്ള കുറേ പോസ്റ്റുകൾ വിളിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. അൾട്ടിമേറ്റ് ഗൈഡ് ടു SSC CGL. അതിന്റെ എക്സാം പാറ്റേൺ നോക്കാം, പോസ്റ്റുകളെ പറ്റി നോക്കാം, അതിന്റെ സാലറി, സ്ട്രാറ്റജി, പ്രിപ്പറേഷൻ പ്ലാൻ അല്ലെങ്കിൽ സക്സസ് റോഡ് മാപ്പ്, ഇനി എപ്പോഴൊക്കെയാണ് ഈ പരീക്ഷ വിളിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് തുടങ്ങി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടെ. SSCയുടെ CGL പരീക്ഷ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റ് ഒരു റിക്രൂട്ട്മെന്റ് ബോഡിയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ റിക്രൂട്ട്മെന്റ് ബോഡി നടത്തുന്ന ഏറ്റവും പ്രീമിയം പരീക്ഷയാണ് SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ പരീക്ഷയിൽ ഗ്രൂപ്പ് B അല്ലെങ്കിൽ ഗ്രൂപ്പ് C കാറ്റഗറി പോസ്റ്റുകളിലേക്കാണ് മെജോറിറ്റി ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. പേ ലെവൽ 5 to 7, 5, 6, 7 തുടങ്ങിയ പേ ലെവൽസിൽ വരുന്ന വളരെ ബെസ്റ്റ് സാലറി അതുപോലെ തന്നെ അലവൻസസ് ഒക്കെ കിട്ടുന്ന കുറേ പോസ്റ്റുകളിലേക്കാണ് SSC CGL പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ പോസ്റ്റിന് വേണ്ടിയല്ല SSCയുടെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഗ്രൂപ്പ് ഓഫ് പോസ്റ്റ് ആണ്. കുറേ പോസ്റ്റുകൾ ഈ ഒരു പരീക്ഷയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കുന്നതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻകം ടാക്സ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ CBIയിൽ ഒരു ഇൻസ്പെക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ആണ് നിങ്ങൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നത്, അതുമല്ലെങ്കിൽ കസ്റ്റംസിൽ ഒരു പ്രിവന്റീവ് ഓഫീസറായിട്ടാണ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഏത് തരത്തിലുള്ള പോസ്റ്റുകളും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് SSC CGL ആണ്. ഈ ഒരൊറ്റ പരീക്ഷ വഴിയാണ് ഇത്തരത്തിലുള്ള നിരവധി പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. കൂടാതെ അസിസ്റ്റന്റ് ഗ്രേഡിൽ വരുന്ന ഒരുപാട് പോസ്റ്റുകളും SSCയുടെ CGL പരീക്ഷ വഴി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതിന് എപ്പോഴാണ് നടത്തുന്നത്? എല്ലാ വർഷവും SSCയുടെ CGL പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. എല്ലാ വർഷവും അതിന്റെ പരീക്ഷകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇയർലി സിസ്റ്റത്തിലാണ് SSCയുടെ CGL നടക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് എല്ലാ വർഷവും CGL വിളിക്കുന്നത്? ഇത് എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. നോർമലി ഒരു പുതിയ അക്കാഡമിക് ഇയർ, എല്ലാ വർഷവും അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏപ്രിൽ അല്ലെങ്കിൽ മെയ് സമയത്തേക്കായിരിക്കും ഒരു പുതിയ അക്കാഡമിക് ഇയർ എൻഡ് ചെയ്യുന്നതും പുതിയ ആൾക്കാർ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3rd month, ഈ മാസമാണ് അല്ലെങ്കിൽ മാർച്ചിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാർച്ച് മാസമാണ് ഈ വർഷത്തെ 2026 നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഏപ്രിലോ മെയ്യിലോ 1-2 മാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആയാലായി. പക്ഷേ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർച്ച് മാസത്തിലാണ്. സോ മാർച്ച് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 2 months ടൈം മാക്സിമം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മെയ്യിലോ ജൂണിലോ ആയിട്ട് പരീക്ഷ നടക്കും. അതിന്റെ ഒന്നാമത്തെ ഘട്ട പരീക്ഷ നടക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഗ്യാപ്പ് ഒന്നുമില്ല, ഒരുപാട് ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. നോട്ടിഫിക്കേഷൻ വന്ന് 2 മാസം കഴിഞ്ഞ് അതിന്റെ സ്റ്റേജ് 1 പരീക്ഷ ഉണ്ടാവും. അതിനുശേഷം സ്റ്റേജ് 1 പരീക്ഷയുടെ റിസൾട്ട് വന്ന് ആ സ്റ്റേജ് 2 പരീക്ഷ ഉണ്ടാവും. രണ്ടാമത്തെ ഒരു സ്റ്റേജ് പരീക്ഷ ഉണ്ടാവും. അതിന്റെ ഫൈനൽ മാർക്കിന്റെ മെറിറ്റിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ പോസ്റ്റുകൾ ഉൾപ്പെടെയാണ് വരുന്നത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോസ്റ്റുകൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ SSCയെ സംബന്ധിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി നേടാനുള്ള ഓപ്പർച്യൂണിറ്റി ആയി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ 2ാം സ്റ്റേജ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ 2nd സ്റ്റേജ് പരീക്ഷ എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പോസ്റ്റ് പ്രിഫറൻസ്, അതായത് നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക്
പോസ്റ്റുകൾ അലോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് തന്നെ കിട്ടും. ഇനി ഒരുപക്ഷെ നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഏറ്റവും പ്രീമിയം പോസ്റ്റുകൾ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. സോ മാർക്കാണ് നിങ്ങളുടെ പോസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് ബേസിക് റിക്രൂട്ട്മെന്റ് പ്രോസസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻകം ടാക്സ് ഓഫീസറോ അല്ലെങ്കിൽ CBI ഇൻസ്പെക്ടറോ ആവണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് SSC CGL പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഇനി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്, 2 സ്റ്റേജ് പരീക്ഷ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇന്റർവ്യൂ പ്രോസസ് ഇല്ല എന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കുക. കാരണം ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടോ? ഇല്ല, ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സേ ഇല്ല. സ്റ്റേജ് 1 ഉണ്ട്. സ്റ്റേജ് 1 ഒരു എലിമിനേഷൻ പ്രോസസ് ആണ്, അതായത് കുറച്ച് ആൾക്കാരെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷയാണ്. സ്റ്റേജ് 2 പരീക്ഷയുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതും നിങ്ങളുടെ ജോലിയെ ഡിസൈഡ് ചെയ്യുന്നതും. ഇതാണ് SSCയുടെ CGLന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് വൈ ലാക്സ് ഓഫ് സ്റ്റുഡൻസ് ടാർഗറ്റ് SSC CGL. SSC CGL ഒരു പ്രീമിയം പരീക്ഷയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ SSC CGL പരീക്ഷ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ട്? നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന്. ജോബ് സെക്യൂരിറ്റി. നിങ്ങൾക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് ജോബ്, തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് ജോബ് നേടുക എന്ന് പറയുന്നത് അത് സെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങളെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ലോങ് ടേം കരിയർ അഷ്യൂറൻസ് ആണ് SSCയുടെ CGL ഉൾപ്പെടെയുള്ള SSCയുടെ പരീക്ഷകൾ അല്ലെങ്കിൽ ഏതും തരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് എല്ലാം തരുന്നത്. ഇനി 2, ഗുഡ് സാലറി. വളരെ ബെറ്റർ സാലറി ഓഫർ ചെയ്യുന്നുണ്ട് SSC CGL. പ്രത്യേകിച്ചും പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യം ഒരു ഇൻ ഹാൻഡ് നിങ്ങൾക്ക് ഒരു 80,000 സാലറി ഒക്കെ ഇനീഷ്യലി തന്നെ കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ ഉൾപ്പെടെ, ഇൻ ഹാൻഡ് കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ ഉൾപ്പെടെ SSCയുടെ CGL എക്സാം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പുതിയ പേ കമ്മീഷൻ നിലവിൽ വരികയാണെങ്കിൽ 2026 പുതിയ പേ കമ്മീഷൻ നിലവിൽ വരികയാണെങ്കിൽ ഈ സാലറി ഇനി ഇൻക്രീസ് ചെയ്യും. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന സാലറി ഇൻ ഹാൻഡ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റുകളെല്ലാം മാറാറുണ്ട്. അതുകൊണ്ട് വെറും ഡിഗ്രി മാത്രമുള്ള ഒരാൾക്ക് 80,000 പ്ലസ് അല്ലെങ്കിൽ 1 ലക്ഷത്തിന് അടുത്ത് സാലറി ഇൻ ഹാൻഡ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്കറിയാം, വേറെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ പരീക്ഷ അപ്ലൈ ചെയ്യാം, അതിൽ ജോലിക്കും കടക്കാൻ സാധിക്കും. സോ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ സാലറി, അതിനോടകം തന്നെ അതിൻ്റെ കൂടെ വരുന്ന അലവൻസസ്, മറ്റ് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ അതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് CGL തരുന്നത്. ഇനി മൾട്ടിപ്പിൾ പോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു SSC CGL പരീക്ഷ ഒരൊറ്റ പോസ്റ്റിന് വേണ്ടിയല്ല, ഒരുപാട് പോസ്റ്റുകൾ ചേർത്തിട്ടാണ് SSC CGL പരീക്ഷ വിളിക്കുന്നത്. ഏകദേശം 10,000 മുതൽ 15,000 വരെ വേക്കൻസീസ് നോർമലി വിളിക്കാറുണ്ട്. ഈ വർഷം നമ്മൾ 15,000-ഓളം വേക്കൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒറ്റ പോസ്റ്റിന് വേണ്ടിയല്ല. അസിസ്റ്റന്റ് ഗ്രേഡിൽ വരുന്ന, പേ ലെവൽ 4 വരുന്ന അസിസ്റ്റന്റ് ഗ്രേഡിൽ വരുന്ന പോസ്റ്റുകളുണ്ട്. പേ ലെവൽ 5 വരുന്ന പോസ്റ്റുകൾ, പേ ലെവൽ 6 വരുന്ന, പേ ലെവൽ 7 വരുന്ന ഇൻസ്പെക്ടർ ലെവൽ പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കുറേ പോസ്റ്റുകൾ, സെക്ഷൻ ഓഫീസർ ASO പോസ്റ്റുകൾ വിളിക്കുന്നുണ്ട്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പോസ്റ്റുകൾ ചേർത്തിട്ടാണ് SSCയുടെ CGL വിളിക്കുന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് മാർക്കിന്റെ ബേസിൽ നിങ്ങൾക്ക് ഹയർ പ്രൊഫൈലുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ അത്രയും പറ്റിയില്ലെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് ഗ്രേഡിലുള്ള ഒരു പോസ്റ്റിലോ എത്താൻ സാധിക്കുന്ന അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള, അത്യാവശ്യം ഒരുപാട് പോസ്റ്റിംഗ്സ് ഉള്ള ഒരു എക്സാമാണ് SSCയുടെ CGL എന്ന് പറയുന്നത്. ഇനി പ്രൊമോഷൻ. ക്ലിയർലി ഓരോ പോസ്റ്റുകൾക്കും അതിൻ്റെതായ പ്രൊമോഷൻ സാധ്യതകളുണ്ട്. ഡിപ്പാർട്ട്മെന്റ്സിനെയും നിങ്ങളുടെ ഏരിയാസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. പ്രൊമോഷൻ സാധ്യതകളുണ്ട്. ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോസ്റ്റുകളും ഓഫീസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കേരളത്തിൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യേണ്ടി വരുമോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള പോസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ തന്നെയാണ് ജോലി കൂടുതലും വേണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പോസ്റ്റുകൾ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. അതിനനുസരിച്ചുള്ള പോസ്റ്റുകളിൽ ജോലി കിട്ടാൻ ശ്രമിക്കുക. അല്ല നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പല സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റ് ഉണ്ട്. ഇനി ഡൽഹിയിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അപ്പം ഒരുപാട് നിങ്ങളുടെ പ്രൊമോഷൻസും അതുപോലെയുള്ള പല സാധ്യതകളും ഇതിനകത്ത് വരുന്നുണ്ട്. പാൻ ഇന്ത്യൻ ജോബ്സ്. ഞാൻ പറഞ്ഞു ഓൾ ഓവർ ഇന്ത്യ ആളുകൾക്ക് അറിയുന്ന അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ജോബ്സ് ആണ് ഇക്കൂട്ടത്തിൽ വരുന്നത്. ഇനി എനി സ്ട്രീം, ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രി മതി. BTech ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരു ഡിഗ്രി, നിങ്ങൾ BTech പഠിച്ചു അല്ലെങ്കിൽ BSc പഠിച്ചു എന്ന് പറയുന്നത് ഈ CGL എക്സാം നേടുന്നതിന് യാതൊരു തരത്തിലും നിങ്ങളെ ബാധിക്കുന്നതല്ല. ഇതാണ് എന്തുകൊണ്ട് SSC CGL എക്സാംസ് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഇതിനുള്ള എലിജിബിലിറ്റി അറിയണമല്ലോ. ഞാൻ പറഞ്ഞു എലിജിബിലിറ്റി, ഒന്നാമത്തെ എലിജിബിലിറ്റി എന്താ? കോർ റിക്വയർമെന്റ് ഗ്രാജുവേഷൻ ആണ്. ഡിഗ്രി, ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റാം. അല്ലെങ്കിൽ ഫൈനൽ ഇയർ എക്സാം കംപ്ലീറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ക്വാളിഫിക്കേഷന് വേണ്ട, അതായത് ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷന് വേണ്ട, ഡിഗ്രിയുടെ ഫൈനൽ എക്സാംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത്
നിങ്ങൾ പാസ്സായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CGL പലപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാനത്തെ ഇയർ ആണെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. പകരം നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തേക്ക് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇനി മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ ഏജ് ലിമിറ്റ് വ്യത്യാസമുണ്ട്. ഏജ് ലിമിറ്റ് എത്ര ആണെന്നുള്ളതാണ് അടുത്ത ആൾക്ക് സംശയം. അതായത് ചില പോസ്റ്റുകൾ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും നമുക്ക് പറയാം 32 വയസ്സ് വരെയുള്ളവർക്ക് മാക്സിമം ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. CGL 18 മുതൽ 32 ആണ് മാക്സിമം ഏജ് ലിമിറ്റ്. നമുക്ക് ഏജ് ലിമിറ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ചില പോസ്റ്റുകളുണ്ട്. 20 മുതൽ 30 വയസ്സ് വരെയുള്ള പോസ്റ്റുകളുണ്ട്. അതുപോലെ 32 വയസ്സ് വരെയുള്ള വളരെ ചുരുക്കം JSO പോലെയുള്ള കുറച്ച് പോസ്റ്റുകൾ 32 വരെയുണ്ട്. അപ്പം നോർമലി നിങ്ങളൊരു 30 വയസ്സിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറഞ്ഞത്. ജനറൽ കാറ്റഗറിയാണ്, ഞാനൊരു 30 വയസ്സെന്ന് പറഞ്ഞത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഏജിന്റെ വേരിയേഷൻ, ഇവിടെ 32 വയസ്സ് ഏജിന്റെ വേരിയേഷൻ വന്നത്. സോ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ്, നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 30-നുള്ളിലാണ്, ഡിഗ്രി കഴിഞ്ഞു ഒരു 30-നുള്ളിലാണ് നിങ്ങളുടെ ഏജ് എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം അപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ OBC ആണെങ്കിൽ, OBC കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സ് വരെ, ഒരു 3 വർഷം റിലാക്സേഷൻ ഏജ് കാറ്റഗറിയിൽ ഉണ്ടാവും. SC/ST കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, എഴുതാനും പറ്റും. അപ്പോൾ ഇതാണ് ഏജ് ലിമിറ്റിന്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർലി ഏത് പോസ്റ്റിന് ഏത് ഏജ് ലിമിറ്റ് ആണെന്ന് നോക്കി കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാം. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാനിരിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷൻ ഉടനെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള എക്സാക്ട് ഡീറ്റെയിൽസ് അറിയാം. ഇത് എല്ലാ വർഷവും വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഏതൊക്കെ പോസ്റ്റുകളാണ് SSC CGL വഴി എടുക്കുന്നത്, ഏതൊക്കെ പോസ്റ്റുകൾ? ഏകദേശം 60ഓളം നമ്പർ ഓഫ് പോസ്റ്റുകൾ ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 60-65ഓളം പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഇതിനകത്ത് നിങ്ങൾക്ക് അറിയേണ്ട, അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കുറച്ച് ഹൈ പ്രൊഫൈൽ പോസ്റ്റുകൾ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. നിങ്ങൾക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി ആയിട്ട് വരുന്ന സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ASO എന്ന് പറയും. അപ്പോൾ ASO പോസ്റ്റുകളിലേക്ക് തന്നെ ഡയറക്ട്ലി ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് 21-ാമത്തെ 22-ാമത്തെ വയസ്സിൽ ഡയറക്ട്ലി ജോലിയിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ASO പോസ്റ്റ് ആയിട്ട്. വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട്. ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടർ ആവാം, GST അല്ലെങ്കിൽ CBICയിലാവാം, എക്സാമിനർ, അതുപോലെ പ്രിവെന്റീവ് ഓഫീസർ ഒക്കെ ആവാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇതിൽ തന്നെ വരുന്ന പോസ്റ്റുകളാണ്. അതുപോലെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതും SSC CGL വഴിയാണ്. അതുപോലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലായിട്ട് SI പോസ്റ്റ് CBIയിലാവാം, എൻഫോഴ്സ്മെന്റിലാവാം, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് കയറാനും SSC CGL എക്സാം വഴിയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അതർ പോസ്റ്റുകൾ നോക്കിയാൽ ഓഡിറ്റർ പോസ്റ്റ്, അക്കൗണ്ടന്റ് പോസ്റ്റ്, ടാക്സ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, UD ക്ലർക്ക്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്വാളിഫിക്കേഷൻ റിക്വയർഡ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് അവർ പഠിച്ചിരിക്കുന്നവർക്കാണ് JSO എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ കുറേ പോസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഹൈ പ്രൊഫൈൽ ജോബ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഡിഫറെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റിൽ ഇരിക്കാൻ സാധ്യതയാണ് SSC CGL നമുക്ക് തരുന്നത്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, നോർമലി ഈ വർഷം 2026 മാർച്ചിലാണ് SSC CGLന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. മെയ് ജൂൺ സമയത്ത് നമ്മൾ പരീക്ഷ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ടയർ 1 പരീക്ഷ മെയ് ജൂൺ സമയത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടയർ 2 പരീക്ഷയുണ്ട്. അങ്ങനെ ഫൈനൽ പ്രോസസ്സിലേക്ക് വരും. അപ്പോൾ നോർമലി ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്, CGLന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് നോക്കിയാൽ ആദ്യം ഒരു ടയർ 1 പരീക്ഷയുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരും. നിങ്ങൾക്ക് സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയുണ്ട്. ടയർ 1 എന്ന് നമ്മൾ പറഞ്ഞു. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ്. 100 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 മാർക്കാണ്. ശരി ഉത്തരമാണെങ്കിൽ 2 മാർക്ക്. അങ്ങനെ 200 മാർക്കാണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേജ് പരീക്ഷയ്ക്ക്. ഇനി നിങ്ങൾ അതിൽ തെറ്റുത്തരമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അര മാർക്ക് നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് മാർക്കുണ്ട്, ഹാഫ് മാർക്സ്. അപ്പം ഔട്ട് ഓഫ് 200 ആണ് മാർക്സ് വരുന്നത്. ഈ 100 ചോദ്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 1 മണിക്കൂറാണ്, 1 hour ആണ്. വളരെ ടൈം ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു പരീക്ഷയാണ്. ഇതൊരു ക്വാളിഫയർ എക്സാം ആണ്. നിങ്ങളുടെ എബിലിറ്റി, മാത്തമാറ്റിക്കൽ സ്കില്ലുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ്, ജനറൽ അവയർനെസ്, ഈ 4 സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. അപ്പോൾ 1 hour ടൈം മാനേജ് ചെയ്ത് പരീക്ഷ എഴുതാനാണ് ടയർ 1 പരീക്ഷ നിങ്ങളെ ട്രൈ ചെയ്യുന്നത്. 1 hourനകത്തുള്ള പരീക്ഷ. ഇനി ടയർ 1 ക്ലിയർ ചെയ്യുന്നവർക്ക് ടയർ 2 ഉണ്ട്, ടയർ 2 പേപ്പർ ഉണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള ടയർ 2 പേപ്പറിന്റെ കാര്യം മാത്രം ഞാൻ പറയാം. കോമൺ ആയിട്ട് ടയർ 2 പേപ്പർ ഉണ്ട്. ടയർ 2 പേപ്പറിലും ഇതേ സബ്ജക്റ്റുകൾ തന്നെയാണുള്ളത്. അപ്പോൾ
അതും മാർക്കിന്റെ ബേസിലാണ് വരുന്നത്. മാർക്കിന്റെ ബേസിൽ ടോട്ടൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 130 ചോദ്യങ്ങൾ 390 മാർക്കിലാണ്. ഔട്ട് ഓഫ് 390 ആണ് സെക്കൻഡ് സ്റ്റേജ് പരീക്ഷ വരുന്നത്. ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ടൊക്കെയാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. സബ്ജക്റ്റുകൾക്കൊന്നും കാര്യമായ വ്യത്യാസം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും സ്റ്റേജ് 2ന്റെ കൂടെ തന്നെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ട്, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ്, നമ്മുടെ ടൈപ്പിംഗിന്റെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. ഇത്ര വേർഡ്സ് ഇത്ര മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. അത് പ്രാക്ടീസ് ചെയ്ത് ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് രണ്ടുമാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ കമ്പ്യൂട്ടറിന്റെ ഒരു പേപ്പറും കൂടിയുണ്ട്. ആ പേപ്പറും ക്വാളിഫയർ ആണ്. ക്വാളിഫൈ ചെയ്താൽ മതി. ഇത്ര പെർസെൻറ്റേജ് മാർക്ക് മേടിച്ച് ക്വാളിഫൈ ചെയ്താൽ കമ്പ്യൂട്ടറിന്റെ പേപ്പറും പാസ്സാവും. മെയിൻലി മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ് എന്ന് പറയുന്ന 4 സബ്ജക്റ്റ് ആണ് ടയർ 1ലും ടയർ 2ലും ഉള്ളത്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ടൈപ്പിംഗ് സ്കിൽ ഉണ്ടാക്കണം. അത് ഈസിലി എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. SSC CGLന്റെ സെലക്ഷൻ പ്രോസസ് ആണ് പറയുന്നത്. ടയർ 1 എക്സാം പാറ്റേൺ ഞാൻ പറഞ്ഞു. 100 ചോദ്യങ്ങൾ, 200 മാർക്ക് 1 മണിക്കൂറാണ്. നെഗറ്റീവ് മാർക്ക് അര മാർക്കാണ് വരുന്നത്. ഇതിൽ സ്പീഡ് ആൻഡ് ആക്യുറസി ആണ് ഏറ്റവും മാറ്റർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പീഡിൽ പെട്ടെന്ന് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. 100 ചോദ്യങ്ങൾ 60 മിനിറ്റിൽ കണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ 4 സബ്ജക്ട്സാണ് വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, GK, 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആൻഡ് ലാംഗ്വേജ്. ഇങ്ങനെ 4 സബ്ജക്ട്സ് ആണ്. 25 ചോദ്യങ്ങളാണ് ഒരു പാർട്ടിൽ നിന്ന് വരുന്നത്. അങ്ങനെ 4 പാർട്ട് ആവുമ്പോഴാണ് 100 ചോദ്യങ്ങൾ. ടോട്ടൽ മാർക്സ് 200. ഇത് ക്വാളിഫൈ ആവുകയാണെങ്കിൽ ഇതിന്റെ ഒരു കട്ട് ഓഫ് എത്ര വരും എന്നൊക്കെ, 200ൽ എത്ര മാർക്ക് മേടിക്കണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അത് ഡിപ്പെൻസ്, വേരി ചെയ്യുമെന്ന് തന്നെ പറയണം. ഒരു 100 to 150 റേഞ്ച്, അല്ലെങ്കിൽ 100 മുതൽ 150 അല്ലെങ്കിൽ 160 റേഞ്ചിലേക്കായിരിക്കും ഒരു പക്ഷേ കട്ട് ഓഫ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് കട്ട് ഓഫ് പറയാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ എക്സാമിന്റെ ടഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഷിഫ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങൾ, നോർമലൈസേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു 100 മുതൽ 160 വരെയുള്ള ഒരു മാർക്കായിരിക്കും ഏകദേശം ടയർ 1ന്റെ കട്ട് ഓഫ് വരുന്നത്. കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എഴുതുന്ന ആൾക്കാരുടെ മാർക്കിന്റെ ശതമാനത്തിന് അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും നന്നായിട്ട് ഒരുപാട് പേര് എഴുതുകയാണെങ്കിൽ കട്ട് ഓഫ് തീർച്ചയായിട്ടും കൂടും. എക്സാം സിമ്പിൾ ആണെങ്കിൽ കട്ട് ഓഫ് തീർച്ചയായിട്ടും കൂടും. അപ്പോൾ അതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, എന്നാലും പറഞ്ഞതാണ്. കാരണം ലാസ്റ്റ് വർഷങ്ങളിലേക്ക് ഒരു അനാലിസിസിന്റെ ബേസിൽ മാത്രം പറഞ്ഞതാണ്. ഇനി ടയർ 2 എന്താണ് വരുന്നത്? ടയർ 2 എന്ന് പറയുന്നത് ഒരു സെഷൻ എന്ന് പറയും. സെഷൻ 1 എന്ന് പറയുന്നത് എല്ലാ കാൻഡിഡേറ്റ്സും എഴുതേണ്ടതാണ്. സെഷൻ 1ൽ സെഷൻ 2 ടെസ്റ്റ് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്, അതും ക്വാളിഫയിങ് നേച്ചറാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി പേപ്പർ 2 ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റുകൾക്ക് മാത്രം വേണ്ടി അവർക്കൊരു പേപ്പർ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനും ഉള്ള കാര്യം, സെഷൻ 1 2 മണിക്കൂർ 15 മിനിറ്റ് ആണ്. ഇതിനകത്ത് വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്, ജനറൽ ലാംഗ്വേജ്, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ജനറൽ അവയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്. ഈ 4 കാര്യമാണ് വരുന്നത്. ഇതിനകത്ത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ക്വാളിഫയർ ആണ്. നിങ്ങൾ മിനിമം മാർക്ക് മേടിച്ച് പാസ്സായാൽ മതി. ഓക്കെ, മിനിമം മാർക്ക് മേടിക്കുക. അതേസമയം ഇതിനകത്ത് ബാക്കിയുള്ള സബ്ജക്ട്സിന്, മാത്സും റീസണിങ്ങും ഇംഗ്ലീഷിനും ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 135 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് കീ വെയിറ്റേജ് വരുന്നത് പല സബ്ജക്ട്സിനും പല നമ്പർ ഓഫ് മാർക്സ് ആണ് വരുന്നത്. സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, ഈ 4 സബ്ജക്ട്സ് ആണ് ക്രൂഷ്യലി നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്കുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇംഗ്ലീഷിനാണ് ടയർ 2 പാറ്റേണിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ടയർ 2ൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഇംഗ്ലീഷിനാണ്. കാരണം 45 ചോദ്യങ്ങൾ, 45 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 130 ചോദ്യമാണ് മൊത്തത്തിലുള്ളത്. 45 ചോദ്യങ്ങൾ വരുന്നത് ഇംഗ്ലീഷാണ്. അതായത് 135 മാർക്ക്, 135 മാർക്സ് ഇംഗ്ലീഷ് പാർട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സോ ഏറ്റവും ക്രൂഷ്യൽ ഇംഗ്ലീഷ് തന്നെയാണെന്ന് പറയേണ്ടി വരും. പലപ്പോഴും ഏറ്റവും വെയിറ്റേജ് ഉള്ളത് ഇംഗ്ലീഷിന് തന്നെയാണ്. അങ്ങനെ 4 സബ്ജക്ട്സ് സെക്കൻഡ് സ്റ്റേജിലും വരുന്നുണ്ട്. ഇനി എന്താണ് നമ്മൾ ആക്ച്വലി പഠിക്കുന്നത്? CGL എക്സാമിന് പഠിക്കുന്നത് എന്തൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് റീസണിങ് എന്ന് പറയുമ്പോൾ അതിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാം. അനലോഗി, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, സീരീസ്, സില്ലോജിസം, വെൻ ഡയഗ്രാം, എംബഡഡ് ഫിഗേഴ്സ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ഇത് റീസണിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതിനകത്ത് റീസണിങ് എല്ലാവർക്കും ഒരുപക്ഷെ വളരെ എളുപ്പമായിരിക്കും. ഒരു ചെറിയ ലോജിക് ഉള്ള ആൾക്കാർക്കെല്ലാം ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ എത്ര സമയത്താണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. ഈ പരീക്ഷകളിലെല്ലാം ടൈം ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ റീസണിങ് അറിയാമെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. നിങ്ങൾക്കൊരു 10
സെക്കൻഡിലോ 15 സെക്കൻഡിലോ അല്ലെങ്കിൽ 20 സെക്കൻഡിലോ ഒക്കെ ഈ പ്രോബ്ലംസ് കണ്ട ഉടനെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ പരീക്ഷ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ടോപ്പിക്കുകൾ വളരെ ഈസി ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പ്രോപ്പർ പ്രാക്ടീസ് ഈ പരീക്ഷകൾക്ക് വളരെ ആവശ്യമാണ്. രണ്ട് ജനറൽ അവയർനെസ് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പോളിറ്റി ഉണ്ട്, എക്കണോമി ഉണ്ട്, സയൻസ് ഉണ്ട്, ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്ന് പറയും. കറണ്ട് അഫയേഴ്സ് തന്നെ കടൽ പോലെ കിടക്കുകയാണ്. ഇത് കൂടാതെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി. അപ്പോൾ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സ്മാർട്ടായിട്ട് പ്ലാൻഡ് ആയിട്ട് പഠിച്ചാലാണ് ഈ ജനറൽ അവയർനെസിന്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കാട് കടന്ന് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാട് പോലെ കിടക്കുകയാണ്, വളരെയധികം എക്സ്പാൻഡ് ചെയ്ത സബ്ജക്ട്സ് ആണ്. അപ്പോൾ അതിൽ ഓരോന്നും പഠിച്ച് കംപ്ലീറ്റ് തീർക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പം ജനറൽ അവയർനെസ് നമുക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പം വളരെ പ്ലാൻഡ് ആയിട്ടാണ് ജനറൽ അവയർനെസ് പഠിക്കേണ്ടത്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ മാത്തമാറ്റിക്സ് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ആൾക്കാർക്ക്, വെറും ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ ഞാൻ റീസണിങ്ങിന്റെ കേസിൽ പറഞ്ഞതുപോലെ ആ ചെറിയ ടൈം പീരീഡിൽ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റൂ. പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടോപ്പിക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നും. പക്ഷേ നിങ്ങളൊരു പ്രോബ്ലം എടുത്ത് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഒരു 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സിൽ പെട്ടെന്ന് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എളുപ്പമാവും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. മാക്സിമം റീസണിങ് രണ്ടും നിങ്ങളെ ടൈം മാനേജ് ചെയ്ത് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇനിയും മൂന്നാമത്തെ ഇംഗ്ലീഷിന് ഗ്രാമർ പാർട്ടും ഉണ്ട്, വൊക്കാബുലറി പാർട്ടും ഉണ്ട്. ഗ്രാമർ പാർട്ട് എന്ന് പറയുമ്പോൾ ഗ്രാമർ അറിഞ്ഞിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന എറർ സ്പോട്ടിംഗ് പോലെയുള്ള പല പാർട്ടുകളും വരുന്നുണ്ട്. ഇനി വൊക്കാബുലറി എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ്സ്, ഓപ്പോസിറ്റ്സ്, ഇഡിയംസ്, ഫ്രേസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ വൊക്കാബുലറി പാർട്ടിൽ വരുന്നത്. ഇനി ലാസ്റ്റ് വൺ കമ്പ്യൂട്ടർ ജനറൽ അവയർനെസ് പാർട്ടിൽ വരുന്നതാണ്. പക്ഷേ ടയർ 2 ഒരു ഇമ്പോർട്ടൻസ് റോള് കമ്പ്യൂട്ടർ വഹിക്കുന്നുണ്ട്. കാരണം അതിന് ക്വാളിഫൈ ചെയ്യേണ്ട, അത് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ടയർ 2 തന്നെ ക്വാളിഫൈ ആവില്ല. കമ്പ്യൂട്ടറിന്റെ പാർട്ട് ആ ഒരു പേപ്പർ നിങ്ങൾ ക്വാളിഫൈ ആയില്ലെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് സ്റ്റേജ് പരീക്ഷയ്ക്ക് തന്നെ ക്വാളിഫൈ ആയില്ല. നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സിനൊക്കെ ചേർത്ത് എത്ര മാർക്ക് മേടിച്ചെന്ന് പറഞ്ഞാലും കമ്പ്യൂട്ടർ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. സോ കമ്പ്യൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈ ഒരു സിലബസ് കാണുമ്പോൾ തന്നെ വളരെ വാസ്റ്റ് ആണ്. പക്ഷേ ഇത് ഇമ്പോസിബിൾ അല്ല. ഇത് തീർക്കുക എന്നുള്ളതല്ല, ഇതിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രോപ്പർ സ്ട്രാറ്റജി വേണം. പ്ലാൻ ഇല്ലാതെ വലിച്ചുവാരി പഠിക്കുന്നവർക്കുള്ള പരീക്ഷ അല്ല SSC CGL എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒരു ബിഗിനർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഒരു ബിഗിനറെ സംബന്ധിച്ച് തുടക്കക്കാരനാണ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ അവരുടെ പ്രിപ്പറേഷനെ നമുക്കൊരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇങ്ങനെ ചെയ്തില്ല എങ്കിലുള്ള പ്രശ്നം നിങ്ങൾക്ക് ഒരിക്കലും സ്കോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇനിയും അവിടുന്ന് ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച് ആ എക്സാമിൻ്റെ PYQs മാത്രം കുറച്ച് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് പ്രെഡിക്റ്റബിൾ അല്ല. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, SSC CGL എക്സാം ഈ വർഷത്തതോ അല്ലെങ്കിൽ അടുത്ത വർഷത്തതോ പരീക്ഷ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? ഫ്രം 1. ആദ്യത്തെ 2 മാസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യത്തെ 2 മാസം ബേസിക്സ് ബിൽഡ് ചെയ്യാനാണ് ചിന്തിക്കേണ്ടത്. ബേസിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ സബ്ജക്ട്സിൻ്റെയും ബേസിക്, പ്രത്യേകിച്ചും മാത്സ്, റീസണിങ്, ഇതിൻ്റെ ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം മാത്സും റീസണിങ്ങിൻ്റെയും ബേസിക്സ് സ്ട്രോങ് അല്ലാതെ മാത്സും ബേസിക്സും നന്നായിട്ട് കവർ ചെയ്യാതെ നമുക്ക് SSCയുടെ CGL ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മാത്സ് അതുപോലെ തന്നെ റീസണിങ്, ഇതിൻ്റെ 2ൻ്റെ ബേസിക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടും പ്രോപ്പർലി ഓരോ സബ്ജക്ട്സും നമുക്ക് മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് എത്രയും ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം എന്ന അപ്രോച്ചിൽ ബേസിക്സ് ഉണ്ടാക്കണം. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച ഒരു പക്ഷേ കൺവെൻഷണൽ മെത്തേഡുകളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മെത്തേഡിലല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള മെത്തേഡിൽ പ്രിപ്പയർ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷയാണ്. സോ നിങ്ങൾ ബേസിക്സ് പഠിക്കേണ്ടത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇനിഷ്യൽ 1 to 2 months ആണ് നിങ്ങൾ നിങ്ങളുടെ ബേസിക്സ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്. ഇനി പലവരും സംശയം ചോദിക്കുന്നുണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. തീർച്ചയായിട്ടും അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ നിങ്ങൾക്ക് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിശ അക്കാഡമിക്ക് ഓഫ്ലൈൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. SSC എക്സാംസ് അല്ലെങ്കിൽ റെയിൽവേ, SSC ബാങ്കിങ്, ഈ 3 പരീക്ഷകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ദിശ അക്കാഡമി പോകുന്നത്. ദിശ അക്കാഡമിക്ക് ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. SSC CGL പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ജൂൺ മാസം ഒരു സെപ്പറേറ്റ് CGL ഓറിയന്റഡ് സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചിൽ എൻറോൾ ചെയ്യാം. നിങ്ങൾ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ നമ്പേഴ്സിന്റെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. വിളിച്ചു ചോദിക്കുക. ആ ബാച്ചിനായിട്ട് വെയിറ്റ് ചെയ്യുക. ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. കൃത്യം 1 year നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോലിയിലേക്ക് കയറാൻ സഹായിക്കുന്ന തരത്തിലാണ് ആ കോഴ്സ് വരുന്നത്. അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്താണ് പോകുന്നത്. ബേസിക്സ്, അഡ്വാൻസ്ഡ്, പ്രാക്ടീസ്, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതല്ല ഞാനിപ്പോൾ പറയുന്നത്, ആ കോഴ്സിൽ എൻറോൾ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല പറയുന്നത്, അല്ലാതെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയും കൂടെയാണ് ഈ കാര്യം പറയുന്നത്. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു കോഴ്സിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഡെയിലി ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് ഗ്രാമർ പ്രാക്ടീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫ്രം സ്റ്റാർട്ടിങ്, നിങ്ങൾ തുടങ്ങുമ്പോൾ മുതൽ ഇംഗ്ലീഷ് റീഡിങ്ങും അതുപോലെ തന്നെ ഗ്രാമർ പ്രാക്ടീസും സ്റ്റാർട്ട് ചെയ്യുക.
പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു സ്ട്രോങ് അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും SSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു സെക്കൻഡ് സ്റ്റേജിൽ 45 ക്വസ്റ്റ്യൻ 45 ചോദ്യങ്ങൾ 135 മാർക്ക്, 45 ചോദ്യങ്ങൾ 135 മാർക്ക് നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ആയിട്ട് വരുന്നത്. സോ ഇംഗ്ലീഷ് വൊക്കാബുലറി നിങ്ങൾ ഡെയിലി ഇംപ്രൂവ് ചെയ്യുക, ഡെയിലി ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുക്സ് വായിക്കുക. ഇത് നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും കോംപ്രിഹെൻഷൻ ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഇത് രണ്ടും നിങ്ങൾ ഫ്രം ദ ബിഗിനിങ് നിങ്ങളുടെ ബേസിക്സ് ഫണ്ടമെന്റൽസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് ഗ്രാമർ പ്രാക്ടീസ്, ഇത് ആദ്യത്തെ 1-2 മാസം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി മന്ത് 3 to 4 പ്രാക്ടീസ് പ്ലസ് സെക്ഷണൽ ടെസ്റ്റ് എന്നാണ് പറഞ്ഞത്. പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബേസിക്സ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടൈം മാനേജ് ചെയ്ത് ഈ പരീക്ഷയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ടൈം മാനേജ് ചെയ്ത് എത്ര ടൈമിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും, അതിന് പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞാൽ മാത്സിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചു, അതിൻ്റെ ഫണ്ടമെന്റൽസ് കൺസെപ്റ്റ് പഠിച്ചു, ഇങ്ങനെയാണ് ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്, ഇതിങ്ങനെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എക്സാം ഹോളിൽ നിങ്ങൾ വറീഡ് ആവും, ടൈമിൽ ചെയ്യാൻ പറ്റില്ല. സോ സെക്കൻഡ് തിങ് പ്രാക്ടീസ് പ്ലസ് സെക്ഷണൽ ടെസ്റ്റ്. ഓരോ സെക്ഷൻ വൈസ് ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കുകളുടെ സെക്ഷൻ വൈസ് ടെസ്റ്റുകൾ എഴുതുക, പ്രാക്ടീസ് ടെസ്റ്റുകൾ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് അത് റിവൈസ് ചെയ്യുന്ന തരത്തിലേക്ക് പോകണം. സോ സെക്കൻഡ് സ്റ്റേജ് മന്ത് 3 to 4 പറയുന്നത് പ്രാക്ടീസും സെക്ഷണൽ ടെസ്റ്റും ആണ്. ജനറൽ അവയർനെസ്, സ്ട്രാറ്റിക്, കറണ്ട് അഫയേഴ്സ്, ആ സെക്ഷണൽ മോക്ക്, അതുപോലെ ആ സെക്ഷണൽ പ്രാക്ടീസ് ടെസ്റ്റിന്റെ കൂടെ ഇടയ്ക്കെങ്കിലും ഇന്റർമീഡിയറ്റ് ആയിട്ട് വീക്ക്ലി വൺസ് എങ്കിലും മോക്ക് പരീക്ഷ, ഓൾ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യുന്ന ഫുൾ മോക്കുകൾ ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്യുക. ഇനിഷ്യൽ 3 to 4 months. 5ാം മാസം മുതൽ മോക്ക് എക്സാംസ് പ്ലസ് അനാലിസിസ് പ്ലസ് റിവിഷൻസ് മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ഒരു 4 months നിങ്ങൾ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് നിങ്ങൾ ട്രാക്കിൽ എത്താണെങ്കിൽ 5ാമത്തെ മാസം മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ പഠിച്ചത് റിവൈസ് ചെയ്യുക. മോക്ക് എക്സാംസ് എല്ലാ ദിവസവും മോക്ക് എക്സാംസ് എഴുതുക, റിവൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രം പിന്നീട് നിങ്ങൾ ചെയ്താൽ മതിയാവും. ഇത് മാത്രം ചെയ്തു, നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്തു, വീണ്ടും പഠിച്ചു, നമ്മൾ വീക്ക് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ചു, അത് മാത്രം പഠിച്ചു. അങ്ങനെ ഒരു അപ്രോച്ച് ആയിരിക്കും നമ്മൾ 5ാമത്തെ മാസം മുതൽ പോകേണ്ടത്. ഇത്തരത്തിൽ പോയാൽ നിങ്ങളുടെ വഴി വളരെ എളുപ്പമായിരിക്കും. ചില ആൾക്കാർ 4 മാസം മതിയോ എന്ന് വിചാരിക്കും. ഇത് ഓരോ പഠിക്കുന്ന ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ 4 months ബേസിക്സ് പഠിക്കാൻ ഇനഫാണ്. ബേസിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാന്നല്ല, സ്മാർട്ടായിട്ട് വേണ്ട കാര്യങ്ങൾ തന്നെ കവർ ചെയ്യാൻ 4 months is enough. പക്ഷെ അത് എല്ലാവരും പഠിച്ചു പറ്റണം എന്നില്ല. അത് വളരെ ഉഴപ്പി കുറച്ച് സമയം മാത്രം പഠിക്കുന്നവർക്ക് ഒരുപക്ഷെ 4 months എന്നുള്ളത് ചിലപ്പോൾ 6 monthsലായിരിക്കും ബേസിക്സ് തീർക്കുന്നത്, അതിനുശേഷമായിരിക്കും മോക്ക് പോകുന്നത്. സോ ഇത് ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു വഴിയാണ്. ഈ ടൈം ലൈൻ ഓരോ ആൾക്കാർക്കും ഒരുപക്ഷെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കും വരുന്നത്. ഇനി ദിശ അക്കാഡമിയോട് ചേർത്ത് പറ്റുവാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എടുത്ത് വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി എല്ലാ അവയർനെസ് കിട്ടും. ഇത് നിങ്ങൾ എങ്ങനെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി ഹൗ മെനി മന്ത്സ് ആർ ഇനഫ്, എത്ര നാൾ വേണം SSC CGL പോലെയുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ? ചിലർ പറയുന്നുണ്ടാവും ഞാൻ 2 വർഷം എടുത്തിട്ടാണ് CGL ക്രാക്ക് ചെയ്തത്, ചിലർ പറയും ഞാൻ 3 വർഷം എടുത്തു, ഞാൻ 4 വർഷം എടുത്തു എന്ന് പറയും. അപ്പോൾ എത്ര വർഷം വേണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ചിലരെങ്കിലും 3 വർഷം 4 വർഷം ഇത്തരത്തിലുള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അവർ പലരും അവരുടെ ലൈഫ് കൊണ്ട് എക്സ്പീരിമെന്റ് ചെയ്തിട്ടാണ് ഈ ജോലി കണ്ടുപിടിക്കുന്നത്. അവർക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടാവില്ല. ഈ SSC CGL ക്രാക്ക് ചെയ്യാൻ അവരെ ഒരിടത്ത് പോയി പഠിച്ചു, അവർ തന്നെ പരീക്ഷ എഴുതിയപ്പോഴാണ് അവരുടെ മിസ്റ്റേക്ക് മനസ്സിലായത്. അപ്പോൾ മനസ്സിലായി ഇങ്ങനെ പഠിക്കണമായിരുന്നു, അങ്ങനെ പഠിക്കണമായിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ പഠിക്കാനാണെങ്കിൽ ചിലപ്പോൾ 2, 3, 4 വർഷങ്ങൾ എടുക്കും. നിങ്ങൾ പ്രോപ്പർലി ഈ പരീക്ഷയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഗൈഡൻസ് ആണ് കിട്ടുന്നതെങ്കിൽ 1 year ഈസ് ദ ഗുഡ് പീരീഡ് എന്ന് ഞാൻ പറയും, തീർച്ചയായിട്ടും പറയും. കാരണം 1 വർഷത്തിൽ ജോലി മേടിക്കുന്നത് പോസിബിൾ ആണ്. അല്ലെങ്കിൽ കൃത്യം പ്ലാനിങ്ങിൽ സ്മാർട്ടായിട്ട് കറക്റ്റ് ഗൈഡൻസിൽ പഠിക്കുന്ന ഒരാൾക്ക് 1 year ഇസ് എനഫ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ബേസിക്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ ബേസിക്സ് ഉൾപ്പെടെ പഠിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. കാരണം ഇവിടെ പഠിക്കാനുള്ളത് +2 അല്ലെങ്കിൽ 10th വരെയുള്ള മാത്സും അതുപോലെ റീസണിങ്ങും GK ഒക്കെ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് പലതും നിങ്ങളിവിടെ പഠിക്കുന്നത്. അതിന്റെ ആപ്ലിക്കേഷനും സ്പീഡ് കൂട്ടാനുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് അതുൾപ്പെടെ ഉണ്ടാക്കി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര വീക്കാണ്, ലാംഗ്വേജ് ഫ്രം ബേസിക്സ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, വൊക്കാബുലറി ഒട്ടും ഇല്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതും കൂടെ പഠിക്കേണ്ട ടൈം പീരീഡ് ഉണ്ട്. പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഒരുവിധം മോശമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചു വന്നവരാണ്, ഒരുപാട് ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്മാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ 1 year ഇസ് എനഫ് എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ 6 to 8 months എന്ന് ഇവിടെ പറയുന്നുണ്ട്. ടയർ 1 പരീക്ഷയും ടയർ 2 പരീക്ഷ ഒക്കെ വരുന്നുണ്ട്. ഒരു 6 മുതൽ 8 മാസം വരെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാം.
ഇനി കുറേ പേര് അപ്പം സംശയം ചോദിക്കും, എനിക്ക് പറ്റിയില്ല, ഇത് ചുമ്മാതെ പറയുക, വെറുതെ ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് തരണ്ട. അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിൽ പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അത്തരത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് പോസിബിൾ എന്നാണ് പറയുന്നത്. ആർക്കും പറ്റില്ല, അല്ലെങ്കിൽ അയ്യോ എല്ലാവരും ഇവർ ഇത്രയും വർഷം എടുത്തു, അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് പോസിബിൾ. കൃത്യമായി സ്മാർട്ടായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കാര്യം മനസ്സിലാക്കി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പീരീഡിൽ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമാണ്. ഇനി നിങ്ങൾ സെൽഫായിട്ടൊരു വഴി കണ്ടെത്തുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി സമയം എടുത്തേക്കാം. ഇനി ഒരുവിധം ബേസിക്സ് ഉള്ള നിങ്ങൾ ഒരു വട്ടം പഠിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ 3 to 5 months പ്രോപ്പർ പ്ലാനിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ബേസിക്സ് ഒക്കെ സ്ട്രോങ് ആണ് എങ്കിൽ ഒരു 5 months എന്ന ടൈം പീരീഡ് തന്നെ ഇനഫാണ്. ഇനി അല്ല, വെറും ഫ്രഷർ ആണെങ്കിലാണ് ഒരു 8 months ഇതിനകത്ത് പറയുന്നത്. വർക്കിംഗ് കാൻഡിഡേറ്റ്സിന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? വർക്കിംഗ് കാൻഡിഡേറ്റ്സ്, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇതിൻ്റെ കൂടെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറ്റും. ക്യാൻ ക്ലിയർ വിത്ത് പ്രോപ്പർ പ്ലാനിങ്, കൺസിസ്റ്റൻസി ആൻഡ് സ്മാർട്ട് ടൈം യൂസേജ്. പ്രോപ്പറായിട്ട് ടൈം യൂസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്താൽ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനും തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ടൈം ലൈൻ ഒരിക്കലും നിങ്ങൾ പലരുടെയും സക്സസ് അച്ചീവ് ചെയ്ത ടോപ്പേഴ്സിൻ്റെ സ്ട്രാറ്റജിയുമായിട്ട് ചിലർ കമ്പയർ ചെയ്യും. അവൻ അങ്ങനെ പഠിച്ചത്, ഞാൻ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, വേറൊരാൾ ഓൾ ഇന്ത്യ റാങ്ക് ഇങ്ങനെ മേടിച്ച ഒരാൾ ഇങ്ങനെയാണ്. ഇതൊന്നുമല്ല. ഓരോരുത്തർക്കും സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആയിരിക്കും. അതാദ്യം മനസ്സിലാക്കുക. ബേസിക്സ് എല്ലാവർക്കും ഒന്നാണെങ്കിൽ പോലും എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. കാരണം ഓരോരുത്തർക്കും ഒരു സ്ട്രെങ്ത് ഉണ്ട്, അവർക്ക് വീക്ക്നെസ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോപ്പർലി നമ്മുടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ, പ്ലാനിങ് ഇല്ലാതെ പഠിക്കുന്നവരാണ് ആ സക്സസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാത്തത്. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങൾ യൂട്യൂബിലെ പല വീഡിയോസും മോട്ടിവേഷണൽ വീഡിയോസും സക്സസ് സ്റ്റോറീസ് ഒക്കെ കാണുന്നത് നല്ലതാണ്, മോട്ടിവേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അവരുടെ സ്ട്രാറ്റജീസ് നിങ്ങളുടെ സ്ട്രാറ്റജി ബേസുമായിട്ട് കമ്പയർ ചെയ്യരുത്. ആ സ്ട്രാറ്റജി ഞാൻ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കരുത്. ചിലപ്പം ചിലരുടെ സ്ട്രാറ്റജീസിന്റെ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഓക്കെയാണ്. പക്ഷേ അത് അതുപോലെ ഉപയോഗിച്ചാൽ നിങ്ങൾ വിൻ ചെയ്യുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് എന്തെങ്കിലും ഹെൽപ്പ്, നിങ്ങൾ ഒരുവിധം ബേസിക് ഒക്കെ കവർ ചെയ്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ദിശ അക്കാഡമിയെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർ ഫൈനൽ റാങ്കിലേക്ക് എത്താൻ, ജോലിയിലേക്ക് എത്താൻ വേണ്ട കംപ്ലീറ്റ് ഗൈഡൻസും കിട്ടുന്നതായിരിക്കും. ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്റേഴ്സിൽ വിളിക്കുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ ദിശയുടെ ഫോക്കസ് ബാച്ചുകളിലേക്കൊക്കെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. തീർച്ചയായിട്ടും പഠിച്ച് കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ ഫ്രഷർ ആണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി പ്രാക്ടിക്കൽ ഡെയിലി സ്റ്റഡി റുട്ടീൻ എല്ലാവരും ചോദിക്കാറുണ്ട്, എത്ര മണിക്കൂർ ഒരു ദിവസം പഠിച്ചാൽ ജോലി നേടാം? മണിക്കൂറല്ല, ഇറ്റ്സ് അബൌട്ട് ദ ക്വാളിറ്റി ടൈം വി സ്പെൻഡ്. നമ്മളത് എത്ര ക്വാളിറ്റി, ഞാൻ 10 മണിക്കൂർ പഠിച്ചു പക്ഷേ 10 മണിക്കൂറിന് കാര്യമായിട്ടൊന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് നമ്മൾ ക്വാളിറ്റി ആയിട്ട് എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതിന് ഡിഫൈൻ ചെയ്യും. എന്നാലും ഒരു ആവറേജ് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ 7 മണിക്കൂർ എങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറെടുക്കുക. ഒരു 7 hours നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അതിൽ 2 മണിക്കൂർ മാത്സ്, 1.5 മണിക്കൂർ റീസണിങ്, 1.5 മണിക്കൂർ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്സിന് 1 മണിക്കൂർ, അതുപോലെ റിവിഷനും മോക്ക് അനാലിസിസിനും സെപ്പറേറ്റ് 1 മണിക്കൂർ വെക്കുക. ഇങ്ങനെ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മിനി മോക്ക് എടുക്കുക, അല്ലെങ്കിൽ മോക്ക് എക്സാം എടുക്കുക. ഇങ്ങനെ ഒരു പ്രോപ്പർ ടൈം ടേബിൾ വെച്ചുകൊണ്ട് നിങ്ങൾ പോവുക. അല്ലെങ്കിൽ ചിലർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മാത്സ് പഠിക്കാനിരുന്നു, മാത്സ് ഞാൻ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാനിരുന്നത്, അത് രാവിലെ മുതൽ തുടങ്ങി 7 മണിക്കൂറായിട്ടും അത് തീർന്നില്ല. അങ്ങനെ ടൈം അൺലിമിറ്റഡ് ആയിട്ട് പോകുന്നവർ അവർ ഫൈനലി സഫർ ചെയ്യും. സോ ടൈം ലിമിറ്റ് ചെയ്ത് പഠിക്കും. ഞാൻ മാത്സ് ഇന്ന് 2 മണിക്കൂറേ പഠിക്കൂ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ പഠിച്ചാൽ മതി. 2 മണിക്കൂറാകുമ്പോൾ ഞാൻ എന്തുമാത്രം മാക്സിമം കവർ ചെയ്ത് അതവിടെ വെച്ച് നിർത്തുക, അടുത്ത സബ്ജക്റ്റിലേക്ക് വരും. ബാലൻസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സബ്ജക്റ്റ് മാത്രം കവർ ചെയ്താൽ പോരാ, എല്ലാം കവർ ചെയ്യണം. പ്രത്യേകിച്ചും നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ഒന്ന് ട്രാക്ക് ചെയ്ത് ഇനിഷ്യൽ 2 monthsന് ശേഷം ഇതേ സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കണം. നിങ്ങൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റിന് ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്ര സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാനായിട്ട് വെക്കാവൂ. ആവശ്യമില്ലാതെ എക്സ്ട്രാ ടൈം വെക്കരുത്. ഇനിയും 7 മണിക്കൂർ പറ്റില്ല എന്ന് പറയുന്നവർക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്ത് 4 മണിക്കൂറിൽ എങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. മാത്സ് 1.5 മണിക്കൂർ, ഇംഗ്ലീഷ് ഓർ റീസണിങ് 1 hour, ജനറൽ അവയർനെസ് 45 minutes, പ്രാക്ടീസ് റിവിഷൻ 45 minutes. ഈവൻ ഇഫ് യു കനോട്ട് സ്റ്റഡി 7 hours, കീപ് ദ സെയിം സ്ട്രക്ചർ ഇൻ റെഡ്യൂസ്ഡ് ഫോം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എല്ലാ സബ്ജക്ട്സും നിങ്ങൾ ഓരോ ദിവസവും പഠിക്കാനായിട്ട് ശ്രമിക്കണം. മാത്സ് മാത്രം ഒരു ദിവസം, റീസണിങ് മാത്രം ഒരു ദിവസം, ഒരിക്കലും അങ്ങനെ പോകരുത്. അത് നിങ്ങൾ ഫൈനലി സഫർ ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇത്തരത്തിൽ എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യുന്ന രീതിയിൽ ക്ലിയർലി നിങ്ങൾ പോവുക. ഓർക്കുക, കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇന്റൻസിറ്റി. കൺസിസ്റ്റൻസി ആണ് ഒരു ദിവസം ഇന്റൻസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഈക്വലി ഡിവൈഡ് ചെയ്ത് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് റിസൾട്ട് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനിയും CGL എക്സാം പ്രിപ്പയറേഷനെ പലരും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നും കൂടെ ഞാൻ പറയട്ടെ. എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ദാറ്റ് റൂയിൻസ് SSC CGL പ്രിപ്പറേഷൻ? ഒന്ന്, സ്റ്റാർട്ടിങ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പാറ്റേൺ.
ഞാൻ ഇന്ന് ഈ ഒരു അൾട്ടിമേറ്റ് ഗൈഡ് കണ്ടവർക്ക് ഏകദേശം എന്താണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. CGL-ന്റെ ടയർ 1 ടയർ 2-ന്റെ ഇത് മനസ്സിലാക്കാതെ ചില ആൾക്കാർ ഫസ്റ്റ് ഡേ തന്നെ ഹിസ്റ്ററി എടുത്തങ്ങ് പഠിച്ചു, അല്ലെങ്കിൽ മാത്സ് എടുത്ത് ഒരു സൈഡിൽ നിന്ന് അങ്ങ് ചെയ്തു പഠിച്ചു തുടങ്ങി. ഇങ്ങനെയല്ല, പ്രോപ്പർലി പരീക്ഷയെ പറ്റി മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തത്. ടയർ 1 എന്താണ്, ടയർ 2 എന്താണ്, ഇനി പരീക്ഷയിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ഈ എക്സാം എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ടയർ 2-ൽ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, അത് ആദ്യം മുതലേ ഇമ്പ്രൂവ് ചെയ്യണം. വൊക്കാബുലറി പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതല്ല, അത് ആദ്യം മുതലേ ആഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു പ്ലാൻ വെച്ചിട്ട് മാത്രമേ പഠിക്കാവൂ. അല്ലാതെ കണ്ണും അടച്ച് എന്തൊക്കെയോ പഠിക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾ ആവരുത്. സ്മാർട്ട് വർക്ക് ഓൾവേസ് വർക്ക്സ്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പാറ്റേൺ മനസ്സിലാക്കുക, എക്സാം പാറ്റേൺ മനസ്സിലാക്കുക. പുതിയൊരു പരീക്ഷ വന്നു SSCയുടെ, ആ പരീക്ഷയിൽ വരുന്ന പാറ്റേൺ, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, ഏരിയ മനസ്സിലാക്കുക, റീസണിങ്, ഇംഗ്ലീഷ്, GK ഇതെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കുക. 2, ഇഗ്നോറിങ് ടയർ 2 സീരിയസ്നെസ്. പലർക്കും, ഒരുപാട് പേർക്ക് വരുന്ന മിസ്റ്റേക്ക് ആണ്. അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ടയർ 1 എങ്ങനെയും ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് സീരിയസ് മിസ്റ്റേക്ക് ആണ്. ടയർ 1 ക്വാളിഫയർ ജസ്റ്റ് ഒരു ക്വാളിഫയർ മാത്രമാണ് ടയർ 1. ടയർ 2-ന്റെ മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ റാങ്ക്. അപ്പം ടയർ 1 ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കും ടയർ 2-ന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. ഫൈനൽ സെലക്ഷൻ, നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ പോസ്റ്റ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ടയർ 2-ലെ പെർഫോമൻസിനെയാണ്. അപ്പോൾ ടയർ 2 ഓറിയന്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. ടയർ 1 ഓറിയന്റഡ് ആയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നു. ടയർ 1 എങ്ങനെയും ക്വാളിഫൈ ചെയ്യണം, പിന്നെ ടയർ 1 കഴിഞ്ഞ് ടയർ 2-ന് സെപ്പറേറ്റ് വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ ഉള്ള സമയമുണ്ടോ? ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഇനി ടു മെനി ബുക്സ്, നോ മോക്ക് ടെസ്റ്റ്. കുറേ കണ്ടന്റ് പഠിക്കും. ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്, കുറേ ബുക്കുകൾ എടുത്ത് കുറേ കണ്ടന്റ് ചെയ്യും, മോക്ക് എക്സാംസ് എഴുതില്ല. മോക്ക് എക്സാം എഴുതിയില്ല എന്താ പ്രശ്നം? സമയം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു കണ്ടന്റ് ടെസ്റ്റിംഗ് പരീക്ഷ അല്ല. ഒന്നാമത് തന്നെ പറയട്ടെ, SSC CGL എന്ന് പറയുന്നത് ഒരു കോണ്ടന്റ് ടെസ്റ്റിംഗ് എക്സാം അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് കണ്ടന്റ് പഠിക്കുന്നവർക്ക് എക്സാം കിട്ടുമെന്ന് പറയാൻ പറ്റും. ഇത് നിങ്ങളുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് 100 ചോദ്യങ്ങൾ 60 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് സമയം തരും. 100 ചോദ്യങ്ങളിൽ എത്രയും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആക്കുന്നു, തെറ്റിക്കാതെ, വിത്ത് ആക്യുറസി. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റിംഗ്. അല്ലാതെ ഇത് കണ്ടന്റ് ടെസ്റ്റിംഗ് അല്ല. നിങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്ന് ടെസ്റ്റ് ചെയ്യുന്നതല്ല. 100 ചോദ്യങ്ങൾ നിങ്ങൾ കാണണം. 100 ചോദ്യത്തിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ആദ്യം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ടഫായിട്ടുള്ള ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി നിങ്ങളുടെ അത്തരത്തിൽ ടൈം മാനേജ്മെന്റ് സ്കില്ലാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് ബുക്കുകളെന്നല്ല, ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റർ, ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഫോളോ ചെയ്യുക, അതിനകത്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ആ മൾട്ടിപ്പിൾ ബുക്സ് സൈമിൾട്ടേനിയസ്ലി ആൻഡ് അവോയ്ഡിങ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് അവോയ്ഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ടൈം മാനേജ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റില്ല. മോക്ക് ടെസ്റ്റ് ഏറ്റവും ക്രൂഷ്യലാണ്. സോ ഈ ശ്രദ്ധിക്കേണ്ടത് കണ്ടന്റ് വേണം, ബാലൻസ് ചെയ്തോളൂ, അതിൻ്റെ കൂടെ റെഗുലർലി മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇനി നോട്ട് അനലൈസിങ് മിസ്റ്റേക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് വെറുതെ എഴുതി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് എഴുതുന്നുണ്ട്. മോക്ക് ടെസ്റ്റിനേക്കാളും ഇമ്പോർട്ടൻറ്റ് മോക്ക് ടെസ്റ്റിൻ്റെ അനാലിസിസ് ആണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് അനാലിസ് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി? ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ 100 ചോദ്യങ്ങളുള്ള CGL-ന്റെ ടയർ 1 പരീക്ഷ എഴുതി. അപ്പം മാത്സ് നിങ്ങൾക്ക് 18 ചോദ്യമേ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 7 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. റീസണിങ് വന്നപ്പോൾ 24 ചോദ്യം ചെയ്തു, 25-ൽ ഒരു ചോദ്യം ചെയ്യാൻ പറ്റിയില്ല. GK വന്നപ്പം 14 ചോദ്യം ചെയ്തുള്ളൂ, അല്ലെ 12 ചോദ്യം ചെയ്തുള്ളൂ. അങ്ങനെ ഇംഗ്ലീഷ് വന്നപ്പം 22 ചോദ്യം ചെയ്തുള്ളൂ. ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തിയിട്ട് നിങ്ങൾക്കൊരു 5 മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പർലി നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏത് ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിലെ പ്രോബ്ലം ചെയ്തപ്പോഴാണ് നിങ്ങളുടെ സമയം പോയത്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഏരിയ ഏതാണ്, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിൽ നിന്നാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റാത്ത ആളെങ്കിൽ അയാൾ പിന്നീടുള്ള 2-3 ദിവസം അതിൽ നിന്നുള്ള മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക ചെയ്യേണ്ടത്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, എന്നിട്ട് വീണ്ടും മോക്ക് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം ആൻഡ് വർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 മാർക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്തു. ഇങ്ങനെ മോക്ക് ചെയ്ത് അനാലിസിസ് നടത്തി മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. ജസ്റ്റ് മോക്ക് ചെയ്യുന്നത് മാത്രം കൊണ്ട് കാര്യമില്ല. അതുപോലെ GK ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് പോകണം, എഴുതി പോകണം, സെപ്പറേറ്റ് ഒരു ബുക്ക് എടുത്ത് എഴുതി പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ, തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ. സോ അനലൈസിങ് മിസ്റ്റേക്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇനി വിന്നിങ് സ്ട്രാറ്റജി എന്താണ്? വിന്നേഴ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്, ദിശ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് SSC CGL എക്സാം ക്രാക്ക് ചെയ്യാറുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യം SSC CGL അല്ലെങ്കിൽ റെയിൽവേ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധിച്ച 2018 മുതൽ പ്രോപ്പർലി എല്ലാവർക്കും കോച്ചിങ് കൊടുക്കുന്നുണ്ട് ദിശ അക്കാഡമി. അപ്പോൾ ഒരുപാട് പേര് ദിശ അക്കാഡമിയിൽ നിന്ന് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് നേടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു
പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പറയാം, നിങ്ങൾ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ പാർട്ട് ആവുക. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ പഠിക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി അതൊന്നും പറ്റുന്നില്ല, എൻ്റെ കയ്യിൽ ഫീസ് ഇല്ല, പേയ്മെൻറ്റ് ചെയ്യാനില്ല, ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ബേസിക്സ് കംപ്ലീറ്റ്ലി അതിനകത്ത് ഉണ്ടാവും. അത് എഫോർട്ട് എടുത്ത് നിങ്ങൾ പഠിച്ചാൽ ഏകദേശം 3000-ൽ പുറത്ത് ഫ്രീ വീഡിയോസ് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ഉണ്ട്. തീർച്ചയായിട്ടും റിലേ ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ഒരുപാട് പേര് ജോലി നേടി പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ദിശ അക്കാഡമിയോട് ചേർന്ന് പറയാം. ഇനി ഈ വിന്നിംഗ് സ്ട്രാറ്റജി എന്താണ്? ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദ പാറ്റേൺ. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കുക. പരീക്ഷ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. 2, ഫണ്ടമെന്റൽസ് പ്ലസ് PYQs പറഞ്ഞു, ബേസിക്സ് പഠിക്കണം. പ്രോപ്പർലി ബേസിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്തിനാണ്, എന്ത് തരത്തിലുള്ള ചോദ്യമാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ. 3, വീക്ക്ലി മോക്സ്. ആഴ്ചയിലെങ്കിലും തുടക്കത്തിൽ മോക്കുകൾ എടുക്കുക, മോക്ക് എക്സാംസ് എടുക്കുക. നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, നിങ്ങൾക്ക് എവിടെ സ്കോർ ചെയ്യാൻ പറ്റാത്തത് മനസ്സിലാക്കുക. അതിൻ്റെ ഫ്രീക്വൻസി വീക്ക്ലി എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം ഇടവിട്ടാക്കാം, പിന്നീട് ഡെയിലി മോക്ക് എന്നാക്കാം, പിന്നീട് അവസാന സമയങ്ങളിൽ 1-2 മോക്ക് ഡെയിലി എടുക്കുന്ന രീതിയിലേക്ക് വരാം. അത്തരത്തിൽ വരിക. 3, റിവൈസ് റിപ്പീറ്റഡ്ലി. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പർ ഇൻ്റർവെല്ലിൽ തന്നെ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ചെയ്യാനും തെറ്റാനും നിങ്ങളുടെ ടൈം കളയാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഒരു വിന്നിംഗ് സ്ട്രാറ്റജി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കൺസെപ്റ്റ് പ്ലസ് PYQ പ്ലസ് മോക്ക് പ്ലസ് റിവിഷൻ ഈസ് ഈക്വൽ ടു സെലക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ്. ഇത് കാണുമ്പോൾ ഈ 4 കാര്യമല്ലേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണെന്ന് കരുതണ്ട. ഇത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട്, സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ വിന്നിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായി നിങ്ങൾക്ക് വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. സോ പ്രോപ്പർലി നിങ്ങളെ ഓർഗനൈസ് ചെയ്തോളുക. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ നിമിഷം തന്നെ CGL എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ ഇയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു നിമിഷം വെയിറ്റ് ചെയ്യാതെ ഈ നിമിഷം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ കുറച്ച് ക്ലാസ്സസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ ജോയിൻ ചെയ്യാം. എല്ലാ മാസവും റെഗുലർ ബാച്ചുകളുണ്ട്. CGL ഫോക്കസ് സ്പെഷ്യൽ ബാച്ച് ആണെങ്കിൽ നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. CGL തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ബാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബാച്ചസിൽ ജോയിൻ ചെയ്യാം. അത് CGL ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ എല്ലാം സിലബസ് കവർ ചെയ്യുന്ന സെപ്പറേറ്റ് ബാച്ചുകളാണ്. അത് എല്ലാ മാസവും ഉണ്ട്. നിങ്ങളിപ്പം ഏപ്രിലായാലും മെയ്യിലായാലും ജൂണിലായാലും ഏത് മാസവും നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. CGL ഫോക്കസ് ബാച്ച് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വരുന്നൊരു വർഷത്തിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ബെറ്റർ ഒരു പോസ്റ്റിൽ എത്താൻ സാധിക്കട്ടെ. അതും അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. കംപ്ലീറ്റ് പാക്കേജ്ഡ് എക്സാം ക്ലിയർ ചെയ്ത് അതിൻ്റെ അനുഭവമുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതും. ആ ക്ലാസ്സസ് കണ്ട് പഠിച്ച് നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി ഓഫ്ലൈനിൽ വരാൻ പറ്റാത്തവർ അങ്ങനെ പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വളരെ സീരിയസ്ലി കാണുകയാണെങ്കിൽ ഒരു വർഷം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുക. ഓഫ്ലൈനായിട്ട് ദിശ അക്കാഡമിയുടെ സെൻറ്റേഴ്സിൽ വന്ന് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ള ആൾക്കാർക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. SSC CGL ഒരുപാട് പേരുടെ ഈ ഒരു വീഡിയോ, ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ഒരു കാരണമാവട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.